ഹായ്, വെൽക്കം ബാക്ക് ടു ഡെസേർട്ട് ടെക്കേഴ്സ് എന്റർടൈൻമെന്റ്. തിയേറ്ററുകളിൽ വളരെ സക്സസ്ഫുൾ ആയി ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മമ്മൂക്ക മൂവിയായ കളങ്കാവിലെ രണ്ട് നായികമാരാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്, സീമ ചേച്ചിയും സിന്ധു ചേച്ചിയും. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ? വിശേഷങ്ങള് ഞങ്ങളിപ്പം കളങ്കാവില് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ആ ഒരു ത്രില്ലിലാണ് അല്ലെ, അതിന്റെ സന്തോഷത്തിലാണ്. എവിടെ എപ്പോ ഇറങ്ങിയാലും എല്ലാവരും കളങ്കാവിനെ കുറിച്ച് മാത്രമേ ചോദിക്കുന്നുള്ളൂ. സിനിമ കണ്ടവരൊക്കെ ഒത്തിരി നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. കുറെ അധികം നായികമാരുണ്ട് ഈ സിനിമയില്. അതെ അതെ, 20ഓളം നായികമാരുണ്ട് ഉള്ളൊരു സിനിമയാണ്. ഞങ്ങൾ 20 പേരും തങ്ങളിൽ കണ്ടിട്ടില്ല കേട്ടോ. ഇവന്റിനാണ് നമ്മള് കാണുന്നത്, പക്ഷെ അന്നും സംസാരിക്കാൻ പറ്റിയില്ലല്ലേ, നമുക്ക് തമ്മിൽ അങ്ങനെ സംസാരിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇപ്പോഴാണ് നമ്മള് തമ്മില് സംസാരിക്കുന്നത്. ഇനിയുണ്ട് നമുക്ക് സംസാരിക്കാൻ ആൾക്കാർ. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സിനിമയിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം മമ്മൂക്കയുടെ കൂടെയാണ്, അങ്ങനെ ഒരു അവസരം തന്നെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളാണ് ഞാൻ ആദ്യമായിട്ടാണ് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നത്. അപ്പൊ ഞാൻ ലൈഫിൽ അങ്ങനെ ഒരു മമ്മൂക്കയെ കാണാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചിരുന്ന ഒരാളല്ല. ഞാൻ ഈ ഇൻഡസ്ട്രിയിലുള്ള ഇപ്പൊ ജസ്റ്റ് വന്നതേ ഉള്ളൂ, ഒരു 2-3 വർഷമായിട്ടേ ഉള്ളൂ വന്നിട്ട്. അപ്പൊ അതിനിടയിൽ തന്നെ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. മമ്മൂക്കയുടെ വൈഫായിട്ടാണ്? അതെ, വൈഫിന്റെ ക്യാരക്ടറാണ് ചെയ്തത്. ചേച്ചിക്ക് എങ്ങനെയായിരുന്നു? എനിക്ക് മമ്മൂക്കയുടെ പടം ചെയ്യാന്ന് പറഞ്ഞാല് ഞാൻ ചെറുതിലെ മുഴുതിലെ മമ്മൂക്കയുടെ കൂടെ പടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഫസ്റ്റ് മൂവി 86-ലാണ്. അപ്പൊ ആ ബാലതാരായിട്ട് അഭിനയിക്കുന്നതിന്റെ സമയത്ത് സത്യനന്ദിക്കാട് സാറിന്റെ അർത്ഥം മൂവിയില് മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം ഗാനഗന്ധർവൻ എന്ന് പറഞ്ഞ മൂവിയിലാണ് മമ്മൂക്കയുടെ കൂടെ പിന്നെ ഞാൻ അഭിനയിക്കുന്നത്, ഈ ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം. അപ്പൊ ഗാനഗന്ധർവൻ മൂവി കഴിഞ്ഞിട്ട് പിന്നെ ദ പ്രീസ്റ്റ് എന്ന മൂവിയിൽ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു. അത് കഴിഞ്ഞ് ദ CBA 5 ചെയ്തു. ഇപ്പൊ കളങ്കാവല്ലേ, സത്യം പറഞ്ഞാല് മമ്മൂക്കയുടെ ഒരു നായിക എന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു. ഇക്കയുടെ കൂടെ ആകെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ കുറച്ച്, എനിക്ക് തോന്നുന്നു സീമയ്ക്ക് കുറച്ചധികം സീൻസ് ഉണ്ട് അതിനകത്ത്, വൈഫിന്റെ ക്യാരക്ടർ. ഞങ്ങളൊക്കെ ചിലത് നായികമാർക്കൊക്കെ ഒരു സീൻ 1.5 സീനൊക്കെ ഉള്ളൂ. പക്ഷെ അതും മമ്മൂക്കയുടെ കൂടെ ചെയ്യാൻ പറ്റിയത് ഭാഗ്യം. ഇത്രയും വലിയ നല്ലൊരു പടം എന്ന് പറഞ്ഞാൽ മലയാളം ഇൻഡസ്ട്രിയിൽ ഇത്രയും ക്യാരക്ടർ റോള് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു ആക്ടർ ഇല്ല ഇപ്പോഴും. ഞാൻ 2-3 പ്രാവശ്യം ഈ മൂവി വാച്ച് ചെയ്തു. പക്ഷെ മമ്മൂക്ക ഓരോ നായികമാരെയും അവരുടെ കൂടെ നിൽക്കുന്ന അഭിനയം, ആ മാനറിസം നമ്മൾ കണ്ടുപഠിക്കണം. നമ്മളിപ്പം ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഇത് വളരെ നോക്കി നമ്മൾ കണ്ടുപഠിക്കേണ്ടതായിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട്. മമ്മൂക്കയുടെ അഭിനയ പാഠം ഓരോ ആർട്ടിസ്റ്റിനോടും ഓരോ രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്ന നായികമാരോട്. അത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു മലയാളത്തില് ഇങ്ങനൊരു സിനിമ ആദ്യമായിട്ടാണ് തോന്നുന്നു, ഇത്ര നായികമാരെ വെച്ച്. അതെ അതെ അതെ. ചേച്ചി ഇപ്പം മമ്മൂക്കയായിട്ട് 3-4 സിനിമകൾ ചെയ്തല്ലോ. അപ്പൊ മമ്മൂക്ക എന്തെങ്കിലും ടിപ്സ് നമുക്ക് പറഞ്ഞു തരാറുണ്ടോ ഈ സിനിമ ചെയ്യുമ്പോൾ? എന്തെങ്കിലും ചേഞ്ചസ്? നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട്, അതും ഇത്രയും വലിയൊരു ആക്ടർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. കാര്യം ഞാൻ ഗാനഗന്ധർവൻ മൂവിയിൽ ഫസ്റ്റ് ടൈം അഭിനയിക്കുകയാണ്. ആ മമ്മൂക്കയുടെ കൂടെയും അല്ലെങ്കിൽ ഒത്തിരി പടങ്ങൾ ചെയ്ത് അതിനൊക്കെ ശേഷം വരുന്ന ഒരു മൂവിയാണ്. എന്താ പറയുക, ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ മമ്മൂക്കയുടെ കൂടെ ചെയ്യാൻ പോകും. മനോജേട്ടനും ഉണ്ട്. അപ്പം ഞങ്ങൾ ആ സ്കൂൾ പ്രിൻസിപ്പളാണ് ഞാൻ അതിൽ. അപ്പം മമ്മൂക്കയുടെ സജഷനിൽ എൻ്റെ ഒരു ക്ലോസ് ഷോട്ടാണ് ഫസ്റ്റ് വെച്ചിരിക്കുന്നത്. നേരത്തെ സ്ക്രിപ്റ്റ് ഒക്കെ തന്നു, ഡയലോഗ്സ് ഒക്കെ വായിച്ചു, ഇതൊക്കെ ചെയ്യാലോ എന്നുള്ള രീതിയിൽ കൊടുത്തു. പക്ഷെ അവിടെ ചെന്നിരുന്നതിന് ശേഷമാണ് അറിയുന്നത് സിങ് സൗണ്ട് ആണ്, ആരും പ്രോംപ്റ്റ് ചെയ്ത് തരാനില്ല ഡയലോഗ്സ് ഒന്നും. ഞാൻ പെട്ടു. കാര്യം അതും എനിക്ക് എടുക്കാൻ വെച്ചിരുന്ന ആ ഷോട്ടിലെ ഡയലോഗ് ഭയങ്കര നമ്മുടെ തലയിൽ നിൽക്കില്ല, ഭയങ്കര കട്ടി ഡയലോഗായിരുന്നു. ഞാൻ ദൈവമേ എന്ത് ചെയ്യും, സിങ് സൗണ്ടാണ്. മമ്മൂക്ക വരാറായി, എല്ലാം ലൈറ്റപ്പ് ഒക്കെ കഴിഞ്ഞു, ഇനി മമ്മൂക്ക കാരവാനിൽ നിന്ന് ഇറങ്ങി വന്ന് ഇരുന്നാൽ മതി, ഷോട്ട് റെഡി ആവാൻ പോവാ. അപ്പോഴാണ് പിഷാരടിയോട് ഞാൻ പറയുന്നത്, പിഷാരടി എനിക്ക് അറിയില്ല, സിങ് സൗണ്ട് ആയിരുന്നു പറഞ്ഞു, ഞാൻ ഡയലോഗ് പഠിച്ചില്ല. ചേച്ചി ഇന്ന് പാക്കപ്പ്, മമ്മൂക്കയുടെ മൂഡ് ഇന്ന് പോവും. സത്യം ഞാൻ വിറച്ചോടിരുന്നു. മനോജേട്ടനും പറഞ്ഞു, ഒക്കെ വന്നാൽ ദേഷ്യപ്പെടുവോ.
പക്ഷെ ഇക്ക വന്നിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, ഉമിനീരൊന്നും ഇല്ല വായിൽ. ഞാൻ പറഞ്ഞു ഇക്ക നേരത്തെ അറിയാം ഇക്ക അപ്പം ഒരു കുശലം ചോദിക്കുകയോ ചിരിക്കുകയോ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇക്ക ചിരിക്കുന്ന പോലും ഇല്ല. വന്നിരുന്നിട്ട് വിശാരവേ റെഡിയല്ലേ, ഓക്കെ അല്ലേ എന്ന് പറഞ്ഞ് അതും കൂടെ കേട്ടപ്പോ ഞാൻ തളർന്നു. ഞാൻ പറഞ്ഞു ഇക്ക ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെട്ടിട്ടില്ല, ഞാൻ ഡയലോഗ് പഠിച്ചിട്ടില്ല, എനിക്കൊന്ന് സിങ് സൗണ്ട് ആണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പം വിശാരടിന്നൊരു വിളിച്ചിട്ട് പറഞ്ഞു ആ സീൻ ഇങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിൽ വാങ്ങിച്ചിട്ട് ഇതിലേതാണോ തൻ്റെ ഡയലോഗ്? അപ്പം ഞാൻ പറഞ്ഞു അത് ഇതിനകത്ത് എന്താ ഒരു കല്ലേടി എനിക്ക് ഇതിനകത്ത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള 2-3 വേർഡ്സ് ഉണ്ട്, അത് മെമ്മറിയിൽ വെക്കൂ, എന്നിട്ട് താൻ സ്വന്തം ഭാഷയിലൊന്ന് പറഞ്ഞു നോക്കൂ, തൻ്റെതായ രീതിയിലൊന്ന് പറഞ്ഞു നോക്കൂ. അപ്പം ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ടീച്ചറായിരുന്നു എന്നുള്ളത് ഇക്കയ്ക്ക് അറിയാം. താൻ ടീച്ചറായിരുന്നല്ലേ, താൻ അതൊന്ന് ബൈഹാർട്ട് ചെയ്ത് താനൊന്ന് പറഞ്ഞു നോക്കിയേ. ഇപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആക്കിക്കോണം വിശാരടി ക്യാമറ ഓൺ ചെയ്യും. സത്യം തന്ന ഒരു എൻകറേജ് ഉണ്ടല്ലോ, ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആക്കി. അതാ നമ്മളെ കൂടെ നിന്ന് നമ്മളെ ഭയങ്കര സപ്പോർട്ട് തരും ഇക്ക. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു എനിക്കത്. സീമ ചേച്ചി, എല്ലാരും മമ്മൂക്കയുടെ അഭിനയിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ചേച്ചിക്ക് മമ്മൂക്കയുടെ വൈഫായിട്ട് അതിലൊരു ക്യാരക്ടർ കിട്ടിയപ്പോ ചേച്ചിക്ക് അതിന്റെ എന്തായിരുന്നു ആ ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുമോ? ആക്ച്വലി ഞാൻ സിനിമയിൽ വന്നിട്ട് 2-3 വർഷമേ ആയിട്ടുള്ളൂ. ഞാനെല്ലാം ഓഡീഷനൊക്കെ പോയി അങ്ങനെയാണ് ഓരോന്നും വരുന്നത്. അപ്പൊ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ. അതായത് എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടാ പറഞ്ഞത്, ട്രിവാൻഡ്രം സ്ലാങ് സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരെ മമ്മൂക്ക സിനിമയിലേക്ക് നോക്കുന്നുണ്ടെന്ന് ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞയക്ക്, ട്രിവാൻഡ്രം സ്ലാങ്ങിൽ ഒരു വീഡിയോ ചെയ്തയക്ക്. അപ്പൊ മമ്മൂക്ക പടത്തില് ട്രിവാൻഡ്രം സ്ലാങ്ങിൽ എന്തോ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യാൻ വിളിക്കുന്നുള്ള പ്രതീക്ഷയിൽ ആണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഞാനത് ഫോളോ അപ്പ് ഒന്നും ചെയ്തില്ല. അതിനുശേഷം ഞാൻ ഷൂട്ട് തുടങ്ങുന്നത് അറിയുന്നുണ്ട്. ഷൂട്ട് തുടങ്ങുന്നു, മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനി ഷൂട്ട് തുടങ്ങുന്ന വീഡിയോ ഒക്കെ ഇൻസ്റ്റയിൽ ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴും തുടങ്ങി. അപ്പം ഇനി നമ്മളെ വിളിക്കില്ല എന്നുള്ളൊരു, തുടങ്ങിയതിന് ശേഷം നമ്മളെ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ ഒരു ദിവസമാണ് എനിക്ക് ഇങ്ങനെ കോള് വരുന്നത്. കോള് വന്നിട്ട് പറയാണ് ഇങ്ങനെ സെലക്ട് ആയിട്ടുണ്ട്, ഇന്ന ദിവസങ്ങളിൽ രണ്ട് ദിവസം ഷൂട്ടിന് വരണം എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ഈ വിളിക്കുന്ന ആളിനോട് ചോദിക്കുന്നു എന്താ ക്യാരക്ടർ, 2 ദിവസം അല്ലേ ഉള്ളു, എന്താ ക്യാരക്ടർ? പുള്ളി പറഞ്ഞു ഇല്ല പ്രൊഡക്ഷനിൽ നിന്ന് വിളിക്കുമ്പോ പറഞ്ഞു തരും എന്ന് പറഞ്ഞു. അപ്പൊ പ്രൊഡക്ഷനിൽ നിന്ന് വിളിക്കുവാണ്. വിളിച്ചപ്പോ പുള്ളി സംസാരിച്ചിട്ട് പറഞ്ഞു ഇന്ന ദിവസങ്ങളാണ്, ഓക്കെ ആണല്ലോ. അപ്പം ഓക്കെ ആണ്. എന്നിട്ട് ഞാൻ പുള്ളിയോട് ചോദിക്കും എന്താ ക്യാരക്ടർ? അത് മമ്മൂക്കയുടെ പേരാ. ഷോക്കാണോ എനിക്കറിയത്തില്ല. ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞോ. ഒരു മൊമെന്റിൽ നമ്മൾ തിരിച്ചറിയായി തുടക്കക്കാരിയാണ്. അപ്പൊ പെട്ടെന്ന് വന്നിട്ട് ഞാൻ മമ്മൂക്കയുടെ കൂടെ ഉണ്ടാവുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മമ്മൂക്കയുടെ സിനിമയിലെ ഒരു ഭാഗം. അപ്പോഴാണ് മമ്മൂക്കയുടെ പേരാണ്. ഞാൻ കുറച്ചു നേരത്തേക്കൊന്നും മിണ്ടിയില്ല. പിന്നെ എന്റെ അടുത്ത ഡയലോഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓഡിഷൻ വേണം, ഞാൻ ഓഡിഷൻ ചെയ്തിട്ടേ വരും. അപ്പൊ ഈ വിളിക്കുന്ന ആളെന്റെ അടുത്ത് പറയാം ഓഡിഷൻ ഒന്നും വേണ്ട, നിങ്ങൾ സെലക്ട് ആയി. ഒന്നുമില്ല പറ്റത്തില്ല, മമ്മൂക്കയുടെ അടുത്ത് എനിക്ക് ഓഡിഷൻ ചെയ്യണം. ഓഡിഷൻ ചെയ്യാതെ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നതെന്നാണ് ഞാൻ അങ്ങോട്ടാ ചോദിക്കുന്നത്. ഇല്ല നിങ്ങൾ സെലക്ട് ആയി, നിങ്ങൾ വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ പോവാ. ഒരു ദിവസം ലുക്ക് ടെസ്റ്റിന് വിളിച്ചു. അപ്പൊ ലുക്ക് ടെസ്റ്റിന് വിളിക്കുമ്പോൾ സാധാരണ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് എന്നൊന്നും അറിയില്ല. അപ്പൊ ഞാൻ പോയി ലൊക്കേഷനിൽ കൊച്ചിയിലായിരുന്നു. കൊച്ചിയിൽ ഞാൻ ചെന്ന് കാറിൽ ഇറങ്ങിയിട്ട് ഞാനപ്പോ പ്രതീക്ഷിക്കുന്നില്ല ആരൊക്കെ ഉണ്ടെന്നും അറിയത്തില്ല. അപ്പൊ ഇറങ്ങി ഞാൻ ഇങ്ങനെ ലെഫ്റ്റിലോട്ട് നോക്കിയതും സാർ ഇരിക്കുകയാണ് അവിടെ, മമ്മൂക്ക ആരടുത്തേക്കോ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പം നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ നോക്കുമല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുന്നു, പുള്ളി എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ലൈഫിൽ ആദ്യമായിട്ട് മമ്മൂക്കേനെ കാണുക. എന്ത് ചെയ്യണം, എക്സൈറ്റ്മെന്റ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. ആ സമയത്ത് അങ്ങോട്ട് ചിരിക്കാം, നമ്മള് ഫുള്ള് കയ്യിൽ പോയി നോക്കി ചിരിക്കണം, അതൊന്നും മൈൻഡിൽ വരുന്നില്ല. സാറിന് ഞാൻ കാണുവാണ് ആദ്യമായിട്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മള് നോക്കി ചിരിക്കും അല്ലെങ്കിൽ ഓടും. ഇതൊന്നും ഞാൻ അവിടെ ഫ്രീസായിട്ട് ഞാൻ നേരെ റൈറ്റ് ടേൺ എടുത്തു. എന്നിട്ട് നേരെ അങ്ങോട്ട് പോയി. ആ ഭാഗത്തോട്ട് ഞാൻ നോക്കിയില്ല. പോയി കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ റിയലൈസ് ചെയ്യുന്നത് ഞാൻ ഈ കണ്ടത് ഒരു മലയാളത്തിലെ ഒരു മഹാനടനെയാണ് ഞാൻ കണ്ടത്. ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആഗ്രഹിക്കുന്ന ഓടിച്ചെല്ലേണ്ട ഞാൻ എന്ത് ചെയ്തേ, നമ്മൾ ആ സെക്കൻഡിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞോട്ട് അത് ചെയ്ത. ഞാൻ അവിടെ പോയിരുന്നു. കുറച്ചു നേരം അവിടെ കഴിഞ്ഞപ്പോ എൻ്റെ അടുത്ത് വന്ന് പറയാണ്, മമ്മൂക്കയുടെ കോസ്റ്റ്യൂം ഡിസൈനർ അബി വന്ന് പറയാണ്, ചേച്ചി സാറിന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു പറഞ്ഞു വിടാനായിരിക്കും, കാരണം ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും മമ്മൂക്കേനെ കണ്ടിട്ട് ഒരാൾ തിരിഞ്ഞു നടന്നു പോയത്.
അപ്പൊ ഞാൻ ചെന്നത് സാറ് ചാടി എണീക്കുകയാണ്. ഞാൻ ഈശ്വര എന്തു പറ്റി? എണീറ്റിട്ട് എൻ്റെ അടുത്ത് പറയാണ്, നടന്നു പോയപ്പോഴേ നമ്മൾ തമ്മിൽ മാച്ച് ആണോ എന്ന് എനിക്കൊരു സംശയം തോന്നി. ഹൈറ്റ് നോക്കാനായിരിക്കും. അതെ, ഹൈറ്റോ എന്താണെന്ന് അറിയത്തില്ല. ഞാൻ പോയപ്പോ ദൂരെ നിന്നല്ലേ കാണുന്നത്. അപ്പൊ പോയപ്പോഴത്തേക്കും എന്താണെന്ന് അറിയത്തില്ല, ഷോൾഡർ ബാഗൊക്കെ തൂക്കിയാ ഞാൻ പോയത്. അപ്പം പുള്ളിക്ക് എന്തോ ഒരു ദൂരെ നിന്ന് കണ്ടപ്പോ ഓക്കെ ആവോ എന്നുള്ളൊരു ഡൗട്ട് തോന്നിക്കാണും. ഞാൻ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയത്. അതുവരെ ഞാൻ എയറിലായിരുന്നു. പിന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മളൊന്ന് കൂളായി. അപ്പോ പിന്നെ ഷൂട്ടിംഗ് സമയത്ത് പുള്ളിയെ മിക്കവാറും നമ്മൾ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് റെഡി ആയതിനു ശേഷം പുള്ളി ക്യാരക്ടറായിട്ടാ വരുന്നത്. പിന്നെ പുള്ളിയുടെ ആ ഒരു വിശേഷം പറച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല. പുള്ളി ക്യാരക്ടർ ആകുമ്പോ പിന്നെ എന്താണോ പറയുന്നത് അത്. പിന്നെ അനാവശ്യമായിട്ട് ഇപ്പോ വേറെ എന്തെങ്കിലും ADs വന്നാൽ അത് ഇല്ല, നമുക്ക് ഇപ്പൊ എടുക്കാനുള്ളത് എടുത്തിട്ട് ചെയ്താൽ പോരെ, അത് പിന്നെയല്ലേ ഉള്ളൂ. അങ്ങനത്തെ ആ ഒരു പ്രൊഫഷണൽ ആണ്. പിന്നെ വിശേഷം ചോദിക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ എനിക്ക് നമ്മള് തമ്മിലുള്ള കോൺവെർസേഷൻ ഇവർക്ക് കിട്ടിയതുപോലെ അടുത്തിരുന്ന് കോൺവെർസേഷൻ എന്ന ഒരു റൊമാൻറ്റിക് ആ ഒരു സാധനം ഇല്ല. ഭാര്യ എന്നുള്ള വേറൊരു ലെവലാണ് എൻ്റെ അടുത്തുള്ള കോൺവെർസേഷനും കാര്യങ്ങളും ഒക്കെ. അപ്പം ഒരുപാട് ക്ലോസ് ഷോട്ട്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല സാറുമായിട്ട്. പക്ഷെ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കേട്ടിട്ടുണ്ട്, അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. എൻ്റെ അടുത്തായിട്ട് അങ്ങനെ ഒരു സജഷൻ. പക്ഷെ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പുള്ളി ഭയങ്കര സട്ടിലായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ എന്തോ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ചെയ്യുന്നതെന്നല്ല, കാര്യം പറയും പോലെ നിന്ന് കാര്യം പറയുവാണ്. അതും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ലാങ് ആണ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് തിരുവനന്തപുരം സ്ലാങ്. എനിക്ക് മമ്മൂക്ക തനി തിരുവനന്തപുരം പറയുന്ന കേട്ടപ്പോഴേ കാറിലിരുന്നതിന് അല്ല, നമുക്കും എന്നാലും ചില വാക്കേ അയ്യോ ഇതിവിടെ പറഞ്ഞ നമുക്കൊരു ഡൗട്ട് വരും കേട്ടോ. നമുക്കൊരു ഈ വാക്കോ നമ്മൾ എന്തൊരു എന്ന് പറയുന്ന സാധനം ആണ്. ശരിക്കും ഞാനൊന്നും എന്തിരെന്ന് പറയാറില്ല. ട്രിവാൻഡ്രത്താണ് ജീവിക്കുന്നത്. എന്തൊരു എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ ആ ഭാഗത്തുണ്ട് കേട്ടോ. ഈ സിനിമ നടക്കുന്നത് ഈ കന്യാകുമാരി ആ ഭാഗത്തോട്ട് പാറശാല ആ ഏരിയയില് അവരുടെ സ്ലാങ്ങിലുണ്ട്. പക്ഷെ പുള്ളി അത് ഞാൻ ആദ്യത്തെ ഡയലോഗ് പറയുമ്പോ എനിക്ക് ഇത് ഇങ്ങനെ നമ്മൾ പറയോ എന്നുള്ള, പുള്ളി വന്നത് ഹാൻഡിൽ ചെയ്യുന്ന കാണുമ്പോഴാണ് ഇത് രസമായിട്ടാണെന്നറിയോ ആ സ്ലാങ് പറയണ. പുള്ളി വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്ന സ്റ്റാൻലി ദാസ് എന്ന് പറഞ്ഞ ക്യാരക്ടറാ. ആ ക്യാരക്ടർ തന്നെയായിരുന്നു പുള്ളി. ആ മനുഷ്യൻ അവിടെ ജീവിച്ചു വളർന്ന ആളാ. ആ ആളെങ്ങനെ ഒഴുക്കോടെ സംസാരിക്കുന്നു, വർഷങ്ങളായിട്ട് ആ ഈസിയിലാണ് സംസാരിക്കുന്നത്. നമ്മള് ടിപ്സ് ഒന്നും തന്നില്ലെങ്കിലും നമുക്ക് ശരിക്കും കണ്ടുപഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പുള്ളിയുടെ. അഭിനയത്തിൽ മാത്രമല്ല, ആസ് എ ഹ്യൂമൻ ബീങ് അദ്ദേഹത്തെ ഒരുപാട് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഒരു നല്ലൊരു സോഷ്യൽ മാനാണ്, നല്ലൊരു ഫാമിലി മാനാണ്, മറ്റുള്ളവർക്ക് ഒരു ഐഡിയൽ മാനാണ് അല്ലേ? അതെ. ചേച്ചി എങ്ങനെയായിരുന്നു മലയാള സിനിമയിലേക്ക് ഒരു എൻട്രി? എങ്ങനെയായിരുന്നു? ഫസ്റ്റ് മൂവി ആയിരുന്നോ അതോ സീരിയലോ അങ്ങനെ എന്തെങ്കിലും? ആക്ച്വലി ഞാൻ ഈ ഇൻഡസ്ട്രിയിലോട്ടൊന്നും വരണം എന്നൊന്നും ആഗ്രഹിച്ച അങ്ങനത്തെ ഒരാളൊന്നും ആയിരുന്നില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് മോളായി. അതിനുശേഷം കൊറോണ വന്ന സമയത്താണ് നമ്മൾ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു പീരീഡ് ഉണ്ടല്ലോ. ലോക്ക്ഡൗൺ ആയി, പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ. കുറെ പേര് പാചകം ചെയ്യുന്നു, കുറെ പേര് ടിക്ടോക്ക് ചെയ്യുന്നു, കുറെ പേര് വേറെ എന്തൊക്കെയോ ചെയ്യുന്നു. നമുക്ക് വീടിനകത്ത് തന്നെ ആയിപ്പോയ ഒരു സമയമില്ലേ. അപ്പൊ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാതിരുന്നപ്പോഴാണ് ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് തുടങ്ങി. അപ്പൊ ടിക്ടോക്കിൽ കുറച്ച് 5-6 വീഡിയോസ് ഒക്കെ ഇട്ട് അത് സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോ കൊള്ളാലോ, അഭിനയിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. കൂടെ ഞാൻ വർക്കിംഗ് ആണ്, ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ കൂടെ ഉള്ള നമ്മുടെ സഹപ്രവർത്തകരൊക്കെ പറഞ്ഞപ്പോ പിന്നെ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ടാണ് എന്നാ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ടൊരു ഓഡീഷൻ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത്. വാശി എന്ന് പറയുന്ന സിനിമ 21-ലാണ്. അപ്പൊ അതിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് അയച്ചതാ. അവർക്ക് ഈ ഏജ് കാറ്റഗറി മാച്ച് ആയിട്ട് വന്നപ്പോ ഞാൻ അയച്ചിട്ട് ഞാൻ ഫോളോ അപ്പ് ഒന്നും ചെയ്യാൻ പോയില്ല. പക്ഷെ അവിടെ നിന്ന് എനിക്ക് കോള് വന്നു. രേവതി കലാമന്ദർ ആയിരുന്നു അതിന്റെ പ്രൊഡക്ഷൻ. അപ്പൊ അവിടെ നിന്ന് കോള് വന്നിട്ട് പറഞ്ഞു ഞങ്ങളൊരു ഇമെയിൽ അയച്ചിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഫസ്റ്റ് റൗണ്ട് സെലക്ഷൻ ആയിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട് അവർ തന്നെ ഒരു സ്ക്രിപ്റ്റ് അയച്ചിട്ട് ചെയ്തു കൊടുക്കാൻ, ആ സ്ക്രിപ്റ്റ് ചെയ്ത് വീഡിയോ അയക്കണേന്ന് പറഞ്ഞു. അങ്ങനെ അയച്ചു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, പിന്നെ അല്ലാണ്ട് ഒരു ഫേസ് ടു ഫേസ് ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇതിലേക്ക് ജസ്റ്റ് തുടങ്ങിയത്. അങ്ങനെ 2021-ലാണ് ആദ്യമായിട്ട്. അതിന് മുന്നേ ഒരു എക്സ്പീരിയൻസും ഇല്ല. വാശിയില് കോർട്ട് സീനിലല്ലായിരുന്നു? അതെ 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 അതെ, ഞാനതിലുണ്ടായിരുന്നു. ആണോ? എന്നെ കണ്ടിട്ടുണ്ടോ? ഫേസ് എവിടെയോ ഒരു ഫെമിലിയർ ആയിട്ട് തോന്നി. കോർട്ട് സീനിൽ ഞാൻ ഉണ്ടായിരുന്നു. വക്കീലായിട്ടാണോ? വക്കീലായിട്ടല്ല, ബെഞ്ച് ക്ലർക്കായിട്ട്. ഓക്കെ മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞത്. സർപ്രൈസ്.
അതാണ്. നിങ്ങളിപ്പോ ഒരു വലിയ സക്സസ് മൂവിയുടെ പാർട്ടായിട്ടിരിക്കുക. അപ്പം ഇനി എങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആണ് ഇനിയും കിട്ടാൻ ആഗ്രഹിക്കുന്നത്? കിട്ടാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ ഒരാള് മമ്മൂക്കയുടെ വൈഫായിട്ട് ചെയ്തു, ഒരാള് ഒരു കാമുകിയായിട്ട് ചെയ്തു. അപ്പൊ ഇനിയെല്ലാം അങ്ങനെ കിട്ടണമെന്ന് വിചാരിക്കുന്ന, അങ്ങനെ ആഗ്രഹിച്ചാലും കിട്ടുമോന്ന് അറിയില്ല. അല്ല, നമുക്ക് ഇന്ന ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം. ആസ് ആൻ ആർട്ടിസ്റ്റ് നമ്മൾ ഏത് ക്യാരക്ടർ കിട്ടിയാലും അത് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. അതല്ല നമ്മളൊരു സെലിബ്രിറ്റി ഫെയിമിലോ ഇന്ന ഒരു സ്റ്റാർഡമിലെയോ എനിക്കത് ചെയ്താൽ പറ്റില്ല, ഞാൻ ചെയ്യില്ല, അങ്ങനെയല്ല. ഒരു ആക്ടർ ആകുമ്പോൾ അതെല്ലാം ചെയ്യണം. അതാണ് മമ്മൂക്ക തെളിയിച്ചിരിക്കുന്നത് ഈ പടത്തിലൂടെ. നമ്മൾ ഏത് ക്യാരക്ടർ റോള് നമുക്ക് കിട്ടിയാലും നമ്മൾ അതായി മാറണം. അതിനുള്ളൊരു മനസ്സ് വേണം. നമ്മളെന്നുള്ള ഒരു ഡിഗ്നിറ്റി വിട്ടിട്ട് വേണം അത് ചെയ്യാൻ. എനിക്ക് മതിയായില്ല. ഇനി ഒരു 10 പ്രാവശ്യമെങ്കിലും ഇരുന്ന് മമ്മൂക്കയുടെ ഓരോ ചെറിയ ചെറിയ മൈന്യൂട്ട് നോട്ടങ്ങളുണ്ട്, ആ എക്സ്പ്രഷൻസ് നമ്മൾ ഒത്തിരി പഠിക്കാനുണ്ട് അതിനകത്ത്. ഇപ്പൊ മലയാളത്തില് ഒരു നല്ലൊരു സക്സസ് ആയിട്ടുള്ള ഒരു മൂവി ചെയ്തു. ഇനിയിപ്പം വേറെ അതർ ലാംഗ്വേജസിൽ നിന്ന് വിളിച്ചാല് പോകാൻ താല്പര്യമുണ്ടോ, അതോ മലയാളത്തിൽ തന്നെ നിൽക്കണം എന്നാണ്? എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയാണെങ്കിലും അത് നമുക്ക് ഇഷ്ടമാണ്. ഏത് ലാംഗ്വേജ് ബാരിയർ നോക്കേണ്ട ഒരു കാര്യമില്ല. മലയാളത്തിലാണെങ്കിലും നമുക്ക് ക്യാരക്ടർ എവിടെ നിന്നാണ് നല്ലത് കിട്ടുന്നത്, മലയാളത്തിലാണെങ്കിലും തമിഴാണ് തെലുങ്കാണെങ്കിലും ഇപ്പം അങ്ങനെ ഒരു ഭാഷാ വ്യത്യാസമൊന്നുമില്ല. എവിടെയാണോ നമുക്ക് നല്ല ക്യാരക്ടർ കിട്ടുന്നത്, ലാംഗ്വേജ് ഡെഫിനറ്റ്ലി നമുക്കൊരു ബാരിയർ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. പാൻ ഇന്ത്യ ആണ് എല്ലാവരും ചെയ്യുന്നത്. മലയാളികൾ ഹിന്ദിയിൽ പോയി പടം ചെയ്യുന്നു, ഹിന്ദിയിൽ ഇങ്ങോട്ട് വന്ന് പടം ചെയ്യുന്നു. അങ്ങനെ ഒരു ബാരിയർ ഇല്ല. ഏത് ഭാഷയിൽ കിട്ടിയാലും പല ഭാഷകളിലുണ്ടല്ലോ. അതെ, എല്ലാവരും പ്രത്യേകിച്ച് മലയാളികൾക്ക് കുറച്ചുകൂടെ ഒരു ഇത് കിട്ടുന്നുണ്ട് മറ്റു ഭാഷകളിലേക്ക്. നടിമാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാളിയിൽ പോകുന്നവർക്ക് പ്രത്യേക ഒരു പരിഗണന കിട്ടുന്നുണ്ട്. അത് ഇപ്പം അവരുടെ നാട്ടിലെ കഥ പറയുമ്പോ പോലും മലയാളി നായികമാരെയാണ് അവർ ചൂസ് ചെയ്യുന്നത്. ചിലപ്പോ അവരുടെ നാട്ടിലെ ഗ്രാമത്തിലെ കഥ പറയുമ്പോഴാണ് അത് അവിടെയൊക്കെ അതൊരു പ്രശ്നമാണ്, എന്തിനാണ് മലയാളികളെ കൊണ്ടുവരുന്നത് എന്നുള്ളത്. ഇപ്പൊ കൂടുതലും എനിക്കൊന്നും മലയാളികളാന്ന് തോന്നുന്നു. അതെ മിക്ക ഇപ്പം സീരിയലാണെങ്കിലും സിനിമയിലാണെങ്കിലും മലയാളികൾ. സൗത്ത് ഇന്ത്യൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും ഒക്കെ നമ്മുടെ നടിമാര് മാത്രമല്ല, നേരത്തെയാണ് നായികമാര്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ദുൽഖർ സൽമാൻ ആണെങ്കിലും ഫഹദൊക്കെ ആണെങ്കിലും അവരെല്ലാം, കീർത്തി സുരേഷ്, അപ്പൊ അവരെല്ലാം പാൻ ഇന്ത്യ ലെവൽ മൂവി ചെയ്യാണ്. അവിടെയും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവര് ഇപ്പോ നേരത്തെ മലയാളത്തിലെ ഒരാള് ചെന്ന് അവിടെ ഹീറോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോ അവർ അക്സെപ്റ്റ് ചെയ്യാത്ത ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുന്ന് എല്ലാരും അങ്ങോട്ട് പോകുന്നുണ്ട്, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. കളങ്കാവൽ എന്ന മൂവിയിൽ 20ഓളം നായികമാരുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ഫുൾ സ്റ്റോറി കേൾക്കാതെ നമ്മൾ നമ്മുടെ ഒരു പാട്ട് മാത്രം കേട്ടിട്ടല്ലേ നമ്മൾ അഭിനയിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു സിനിമ റിലീസ് ആവുമ്പോൾ ഇതിന് ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് അല്ലായിരുന്നോ? അപ്പൊ ഇത് കണ്ടിറങ്ങിയപ്പം എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ആക്ച്വലി ഞാൻ എന്റെ അടുത്ത് വിളിച്ചു പറയുമ്പോ പേരാന്ന് പറഞ്ഞാണല്ലോ ഞാൻ ലൊക്കേഷനിലേക്ക് പോകുന്നത്. പേരാന്ന് പറഞ്ഞു, ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ടോണ്ടിരിക്കുമ്പോ അടുത്ത ഒരാള് കാത്തറിൻ എന്ന് പറഞ്ഞൊരു കുട്ടി വന്ന് അന്ന് ആ കുട്ടിയാണ് ഞാൻ കാണുന്നത്. കാത്തറിൻ എന്ന് പറഞ്ഞ കുട്ടി വന്നിട്ട് ഡ്രസ്സ് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും, ഇതാരാന്ന് ചോദിക്കുമല്ലോ. മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞാൽ അത് നമ്മളെ സീനിൽ കണ്ടിട്ടുണ്ട്, മമ്മൂക്ക കല്യാണം കഴിക്കുന്ന ഒരു കുട്ടി പറഞ്ഞു, നാളെ അവരുടെ കല്യാണ സീൻ എടുക്കാനാണ്. അപ്പൊ ഞാൻ എന്നോട് പേരാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ പിന്നെ അതും പേരാ. അപ്പൊ ഫസ്റ്റ് ഞാൻ ഈ കുട്ടീനെയാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ രജിഷ ഉണ്ട് എന്തോ ആവശ്യത്തിന്. രജിഷ അതും പേരാ. അപ്പം എനിക്ക് മനസ്സിലായില്ല ഇതെന്താ ഇത് എന്ന്. അപ്പൊ നമ്മള് സ്റ്റോറി ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഞാൻ ഷൂട്ടിങ് കയറുമ്പോഴും നമുക്ക് അറിയത്തില്ല, കഥയൊന്നും അറിയത്തില്ല. നമുക്ക് ചെയ്യാനുള്ള പോർഷൻ മാത്രമേ എനിക്ക് ചെയ്യാനുള്ള പോർഷൻ മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇത്രയും ആൾക്കാർ, ഇത്രയും നായികമാരുണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ രജിഷയെ കണ്ടു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വേറൊരു കുട്ടി വരുന്നു. അപ്പൊ അതിന് എടുക്കാനുണ്ട്, അതും പുള്ളിയായിട്ട് എന്തോ കോമ്പിനേഷൻ സീനാണ് എടുക്കാനുള്ളത്. അപ്പൊ എനിക്കാകെ കൺഫ്യൂഷനില്ല, ഇത് ചോദിക്കണോ, ചോദിച്ചാൽ ആരെങ്കിലും പറഞ്ഞു തരുമോ എന്നുള്ളതായിരുന്നു. എങ്കിലും ഞാൻ ചോദിച്ചു, ഇതെന്താ സംഭവം എന്ന് ചോദിച്ചിട്ട് അവരാരും ഒന്നും വിട്ടു പറഞ്ഞു തരുന്നില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ മീഡിയയിൽ കൂടെയാണ്, ഒഫീഷ്യലി അവർ പറഞ്ഞിട്ടില്ല 20ഓളം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിന് മുന്നേ പല മീഡിയാസിലും 21 നായികമാരുണ്ട്, 30 നായികമാരുണ്ടെന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സൈറ്റ്മെന്റ് ആയി, എന്താ ഈ 30 നായികമാര്, എന്താണ് സംഭവം എന്ന് അറിയില്ലല്ലോ. ശരിക്കും നമ്മുടെ ആ ടീസർ ഇവന്റിലാണ് നമ്മൾ എല്ലാരും കാണുന്നത്, എല്ലാരും ആദ്യമായിട്ട് കാണുന്നത്. അതുവരെ ആരൊക്കെ ഉണ്ടെന്നും നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. അന്നാണ് നമ്മൾ എല്ലാവരും
ഇത്രയും പേരുണ്ട് എന്നുള്ളത് ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്യുന്നത് അതെ. ആ ദിവസമാണ്. ടെൻഷൻ ഉണ്ടാകുന്നത് എന്താകും, ഉറപ്പായിട്ടും എന്താണ് ഇത്ര നായികമാരെന്നല്ല, ഇത് എന്തായിരിക്കും, ഒരു ടെൻഷനിലുപരി എക്സൈറ്റ്മെന്റ് ആണ് ഇത് കാണാനുള്ള. ഇത് എങ്ങനെ ഇവരെയൊക്കെ പ്ലേസ് ചെയ്യും, എങ്ങനെ ഓരോരുത്തരെയും പ്ലേസ്മെന്റ് എങ്ങനെ ആയിരിക്കും, അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമുക്കും ഈ പറഞ്ഞ പോലെ ആ കാണുന്നത് വരെയും ആ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആരടുത്തും ചോദിച്ചാൽ ഇവരാരും ഒന്നും പുറത്ത് പറയുന്നുണ്ടായിരുന്നില്ല. എല്ലാരെയും പോലെ തന്നെ നമുക്കും ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാണുമ്പോഴാണ് ഓരോരുത്തരുടെയും എന്റെ അടുത്തും അത്രേ പറഞ്ഞിട്ടുള്ളൂ. 20 കാമുകിമാരുണ്ട്. അപ്പൊ 20 പേരില് ചേച്ചി ഒരു 4 പേർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ 4 പേരിൽ ഒരാളാണ് ചേച്ചി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ വിചാരിച്ചു എന്താ ഈ പ്രത്യേകത. പിന്നെ പടം കണ്ടപ്പോഴാണ് മനസ്സിലായത് അതിനകത്ത് എന്നെയും കൊന്നിട്ടില്ല. കൊന്നിട്ടില്ലല്ലേ? കൊന്നിട്ടില്ല. ഞാൻ നമ്പർ കൊടുത്തില്ല. അതെ അതെ ശരിയാ ശരിയാ. അത് ഞാൻ ഗായത്രി ഞങ്ങളെ കൊന്നിട്ടില്ല. ശരിയാ ശരിയാ. ശരിക്കും ഇനിയും സിനിമ കാണുമ്പോഴാണ് പലതും നമ്മൾ ഒന്നുകൂടെ ശരിക്കും പല കാര്യങ്ങളും ആദ്യത്തെ പ്രാവശ്യം ഒരു പ്രാവശ്യം കണ്ടു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. പുള്ളിയുടെ എക്സ്പ്രഷൻ തന്നെ, പുള്ളിയുടെ ഈ ഓരോ ലേഡീസിന്റെ അടുത്തുള്ള അപ്രോച്ച് ഡിഫറെന്റ് ആണ്, എക്സ്പ്രഷൻസ് ഡിഫറെന്റ് ആണ്. ശരിക്കും ഫസ്റ്റ് വാച്ചിൽ നമുക്കത് മനസ്സിലാവില്ല. ഫസ്റ്റ് വാച്ച് നമ്മള് ഒന്നാമത് നമ്മുടെ സിനിമയാണ്, നമ്മളെ കാണുന്നുള്ള ഏത് ഫീലിൽ വരും നമുക്ക് അറിയത്തില്ല. ആ ഒരു എക്സൈറ്റ്മെന്റ് നമ്മളെപ്പോ കാണിക്കും, ആ ഒരു ഇതിലായിരിക്കും നമ്മള് ഫസ്റ്റ് കാണുന്നത്. പിന്നെ അടുത്ത കാണുമ്പോഴാണ് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് സംഭവം. ശരിക്കും ഇനിയും കാണുമ്പോ ഇനിയും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. കാണുമ്പോ ആ പോയിന്റ് ആരെങ്കിലും ചോദിക്കുമ്പോഴേ ശരിയാണല്ലോ ഞാനത് വിട്ടുപോയല്ലോ, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. ശരിക്കും ഒരുപാട് റീവാച്ചിന് സ്കോപ്പുള്ള സാധനം. ഓരോ പ്രാവശ്യം കാണുമ്പോഴുമാണ് പലത് ഇപ്പൊ ഞാൻ ഈ കൊന്നിട്ടില്ല എന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ശരിക്കും അത് ഇനിയും കാണുമ്പോഴായിരിക്കും. ശരിക്കും മമ്മൂക്ക ഒറ്റയ്ക്ക് ആദ്യത്തെ കാമുകിയെ ഹോട്ടലിൽ മുറിയിൽ നിന്ന് കൊണ്ടുവന്ന് ഡിക്കിക്കകത്തിടുന്ന ഒരു സീനുണ്ട്. സാധാരണ നമുക്കൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും, അതിലധികം വെയിറ്റ് കാണൂല, എന്തെങ്കിലും സ്പോഞ്ചാണ് വെച്ച് കേൾക്കുന്നതൊക്കെ. ആ ഷോട്ടൊന്ന് കണ്ടു നോക്കണം. അത് എടുത്ത് ഇടുന്ന ആ ഒരു എക്സ്പ്രഷൻ, ഒറ്റയ്ക്ക് ചെയ്യുന്ന എക്സ്പ്രഷൻ, അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഞാനിങ്ങനെ ആലോചിക്കുക അതെങ്ങനെ ഇത്ര കറക്റ്റായിട്ട് നമ്മൾ ആ വെയിറ്റിന്റെ മാത്രമല്ല, അത് ഇട്ടിട്ട് വളരെ സട്ടിലായിട്ട് ചെയ്യുന്ന ഓരോ നോട്ടങ്ങൾ പോലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ പ്രേക്ഷകരുടെ ആ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഇപ്പോഴത്തെ നമ്മുടെ ന്യൂജൻ കുട്ടികളുടെ അഭിപ്രായം എന്താണെന്ന്. അവരൊക്കെ മാസ് പടം, അവര് നിന്ന് കൈയടിക്കുന്ന കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത് ഇനി നമുക്ക് തിരിഞ്ഞു നോക്കണ്ടേ, ഇത് അങ്ങറ്റം ഹിറ്റ് തന്നെയാണെന്ന് അപ്പൊ തീരുമാനിച്ചു. കാര്യം ഇതിനകത്ത് ഒട്ടും ലാഗില്ല. കുട്ടികൾ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, ടപ്പേന്ന് പോകുന്നുണ്ട്. ഇത് എവിടെ ലാഗ് ചെയ്യാതെ ഒരു ഷോട്ട് കഴിഞ്ഞാൽ അത് അടുത്ത് എഡിറ്റ് ചെയ്യുന്ന എല്ലാം. പിള്ളേരുടെ ഒരു റിവ്യൂ എടുത്തപ്പോഴേ എനിക്ക് മനസ്സിലായി കുട്ടികളാണല്ലോ ഏറ്റവും കൂടുതൽ പറയുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഡേ ആണ് കാണുന്നത്. ഫസ്റ്റ് ഡേ മിക്കവാറും ഫാൻസ് ആയിരിക്കും കൂടുതൽ. ഇപ്പൊ ഫസ്റ്റ് മമ്മൂക്കയെ കാണിക്കുമ്പോൾ ഇൻട്രൊഡക്ഷൻ എണീറ്റ് നിന്ന് നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഉള്ള ആൾക്കാർ എണീറ്റ് നിന്ന് കൈയടിക്കുന്നവർ ഉണ്ടല്ലോ. പിന്നെ ആ ക്യാരക്ടർ ബിൽഡ് ചെയ്ത് വരുമ്പോ ഇവരുടെ ഫ്രസ്ട്രേഷൻ നമുക്ക് കാണാം. ഈ ഫാൻസ് ആണെങ്കിലും ലാസ്റ്റ് ഇതേ ആൾക്കാര് വിനായകൻ ചേട്ടന് വേണ്ടി കൈയടിക്കുവാണ്. കാരണം അത് ആ ക്യാരക്ടർ സാറ് ചെയ്തു വെച്ചേക്കുന്നതിന്റെ ഒരു രീതിയാ. പുള്ളി ആ ലാസ്റ്റ് ആയപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണെങ്കിലും നമുക്ക് മമ്മൂക്ക ഹീറോയാണ്, അങ്ങനെ എന്തൊക്കെ കൊള്ളരുതായ്പ ചെയ്താലും നമുക്ക് അവസാനം മമ്മൂക്ക എന്ന് പറയുന്നത്. മരിക്കുന്ന സീൻ കണ്ടപ്പോ സത്യം പറഞ്ഞ എനിക്കങ്ങ് നെഞ്ചു പൊട്ടിയേട്ടോ. ആ തലക്കടിച്ചിട്ട് ഇങ്ങനെ വലിക്കുന്നില്ല, അതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷെ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്നവരാരും അത് കാണാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ലാസ്റ്റ് ആ ഒരു സംഭവം അതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ അവിടുത്തെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാലേ തിരിച്ചാ ഞാനതാ നമുക്ക് ഇങ്ങനെ വന്ന് ഇത്രയും വില്ലത്തരം കാണിച്ചാലും മമ്മൂക്കയാന്നുള്ളൊരു ഇത് നമുക്കുണ്ടാവുമല്ലോ. പക്ഷെ അവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊല്ലടാ എന്നുള്ളതായിരുന്നു. കാരണം പുള്ളി അത്രയും ആ ക്യാരക്ടർ ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ്. ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ലാത്ത ഒരു വില്ലനാണ്, ഒരു പക്കാ വില്ലനാണ്. അപ്പൊ ക്ലൈമാക്സിൽ നമ്മൾ സിനിമയില് സാധാരണ ഒരു സിനിമയില് നായകൻ വില്ലനെ കീഴ്പ്പെടുത്തുന്നത് കാണാനാണ് നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഫാൻസും ആഗ്രഹിക്കുന്നത്. കാരണം അത്രത്തോളമാണ് പുള്ളി ആ ക്യാരക്ടർ ചെയ്തു വെച്ചേക്കുന്നെന്നുള്ളതാണ്. അതെനിക്ക് ഭയങ്കര എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമുക്കും ക്ലൈമാക്സ് അറിയത്തില്ല, എന്താവും എന്നുള്ള ഒരു ക്ലൈമാക്സ് അറിയത്തില്ല.
അപ്പൊ ഞാൻ ഈ ഇത്രയും വില്ലനിസം കാണിച്ച് ഈ ഫാൻസ് അക്സെപ്റ്റ് ചെയ്യോ, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ നമുക്ക്, ഫാൻസ് ഇത് അക്സെപ്റ്റ് ചെയ്യോ. പക്ഷെ അവരും എണീറ്റ് നിന്ന് കൈയടിച്ചു എന്നുള്ളതാണ്. അതായത് പുള്ളിയുടെ ക്യാരക്ടർ അത്രയ്ക്കും ഒരു വില്ലൻ അറ്റ് പീക്ക് എന്ന് പറയില്ലേ, അതായിരുന്നു. ഒരു സൈക്കോ. അതെ, ആ ഒരു ക്യാരക്ടർ പുള്ളി അത്രയും ഗംഭീരമാക്കി. ആ മമ്മൂക്കയുടെ ക്യാരക്ടർ ഗംഭീരമാക്കിയതിനാണ് വിനായകൻ ചേട്ടനുള്ള ആ ഒരു കയ്യടി കിട്ടിയത് എന്നുള്ളതാണ്. സാധാരണ ഇത്രയും കൊലയൊക്കെ നടത്തുന്ന ഒരു ഹോളിവുഡ് മൂവീസിലൊക്കെ അല്ലേ കൂടുതൽ ഇങ്ങനെ കാണാറുള്ളത്. അപ്പൊ ഇത് ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. മലയാളത്തിൽ നല്ല ഒരു റീമേക്ക് പോസിബിലിറ്റി പോലും ഇല്ലാത്തൊരു സിനിമയാണ്. വേറൊരു ഭാഷയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ, വേറൊരു നായകനല്ല, സൂപ്പർ സ്റ്റാർ പരിവേഷത്തിൽ നിൽക്കുന്ന ഒരാൾ ചെയ്യാൻ മടിക്കും. ആരും ചെയ്യില്ല. ആർക്കും അതിനുള്ള ഒരു ചൂസ് ചെയ്ത് തന്നെ. അതെ, ക്യാരക്ടറിനുള്ള ഒരു സൈക്കോ ക്യാരക്ടർ ആണെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഇത് ചൂസ് ചെയ്യും. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ക്യാരക്ടറും ചെയ്തു കഴിഞ്ഞു. അപ്പോ വളരെ ചൂസ് ചെയ്താണ്. ഇപ്പം മമ്മൂക്കയുടെ എല്ലാ പടങ്ങളും എടുത്തു നോക്കുമ്പോ അറിയാം, എല്ലാ രീതിയിലും കണ്ടു. അച്ഛൻ, ചേട്ടൻ, അങ്ങനെ ഇപ്പൊ വില്ലനായിട്ടാ ചെയ്തോണ്ടിരിക്കുന്നതല്ലേ ഇപ്പൊ കഴിഞ്ഞ. എന്നാ ആ വില്ലൻ അല്ല ഈ വില്ലൻ. അതെ, പുഴൂലെ വില്ലൻ അല്ല സ്റ്റാൻലി ദാസ് എന്ന് പറഞ്ഞത്. ഭ്രമയുഗത്തിൽ കണ്ട ആളല്ല, ചാത്തനല്ല. പുള്ളി എക്സ്പെരിമെന്റ് ചെയ്തോണ്ടിരിക്കുവാണ്. തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിറങ്ങി ഈ പ്രേക്ഷകർ നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നോ? തിയേറ്ററിൽ ഇന്റർവ്യൂ ആയപ്പോ തന്നെ കുറച്ചു പേരൊക്കെ കണ്ടപ്പം അതെ അത് ചെയ്ത ആളാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചറിഞ്ഞു. നന്നായിട്ടുണ്ടെന്നൊക്കെ അഭിപ്രായം അപ്പൊ തന്നെ പറഞ്ഞു. സീമ ചേച്ചിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ച്വലി നേരിട്ട് കാണുന്ന ഒരു ലുക്ക് അല്ല സിനിമയില്. കുറച്ചുകൂടെ ഏജ്ഡ് ആണ്, കുറച്ച് ഡള്ള് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തിരിച്ചറിയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അത് തന്നെ തിരിച്ചറിയില്ല. ഞാൻ 3-4 സിനിമ ചെയ്തിട്ടുണ്ട്, എല്ലാത്തിലും ഈ ഒരു ഏജ്ഡ് ആയതുകൊണ്ട് എനിക്ക് തിരിച്ചറിയില്ല. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പുറത്തിറക്കിയപ്പോ. അല്ലെങ്കിൽ നോക്കി ആരെങ്കിലും ഒക്കെ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളത് നോക്കി. പിന്നെ 21 പേരുണ്ട്. അപ്പൊ അതിൽ നമ്മളെ തിരിച്ചറിയാന്നുള്ളത് പാടാണ്. പക്ഷെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോൾ ആൾക്കാർ മെസ്സേജ് അയക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. പലരും സിനിമയെ കണ്ടിട്ട് നമ്മുടെ കാസ്റ്റ് നോക്കി തപ്പിയെടുത്ത് ഇൻസ്റ്റാഗ്രാം ID കണ്ടുപിടിച്ച് മെസ്സേജ് അത് ഭയങ്കര സന്തോഷമാണ്. നമ്മളെ നോക്കിയെടുത്ത് അയക്കാന്ന് പറഞ്ഞില്ലേ, ഇത് 3-4 സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. പക്ഷെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ കാസ്റ്റ് നോക്കി നമ്മുടെ ഇവന്റിൽ നമ്മുടെ എല്ലാരും പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ആൾക്കാര് ഇൻസ്റ്റാ ID തപ്പി എടുത്തിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പൊ നിങ്ങൾക്ക് പ്രേക്ഷകരോട് ഈ സിനിമയെ പറ്റി എന്താണ് പറയാനുള്ളത്? എല്ലാരും കളങ്കാവൽ മൂവി തിയേറ്ററിൽ തന്നെ പോയി മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം. മമ്മൂക്കയുടെ ഈ ഒരു സൈക്കോ ത്രില്ലർ മൂവി കണ്ടില്ലെങ്കിൽ ഒരു വൻ നഷ്ടമാണ്. എല്ലാരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. അതെ, തിയേറ്ററിൽ പോയി തന്നെ. മമ്മൂക്കയെ നമ്മൾ ഇതുവരെ കാണാത്ത വില്ലനായിട്ട് കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് ഭ്രമയുഗം നമ്മൾ കണ്ടിട്ടുണ്ട്, പുഴു ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പുള്ളിയുടെ എക്സ്പ്രഷൻസ്, പുള്ളിയുടെ ഓരോ ക്യാരക്ടർ, ഇത് സ്റ്റാൻലി ദാസ് എന്ന് പറയുന്നത് വേറൊരു ആളാണ്. അപ്പൊ ആ ഒരു ക്യാരക്ടർ അത് പുള്ളി അതിന്റെ ഒരു എക്സ്ട്രീം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇനിയും നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല നല്ല കുറെ പ്രോജക്റ്റുകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.